ഇന്ന് നമുക്ക് ഒരു മമ്പയർ പുഴുങ്ങിയാലോ. ഇത് ശർക്കരയും തേങ്ങയും ജീരകവും ചുക്കുപൊടിയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ്. ഇതൊരു 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മമ്പയറിലേക്ക് ചേർക്കാനുള്ള ശർക്കര 2 അച്ച് ശർക്കര പൊടിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ജീരകം കൂടി ഇട്ടിട്ടാണ് ഇത് മെൽറ്റാക്കി എടുക്കുന്നത്. ഒക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/2 സ്പൂണ് ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ചുക്കുപൊടിയും കൂടി ചേർത്ത് മമ്പയർ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിലിപ്പോൾ മമ്പയർ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് കുക്കറിലേക്കിട്ട് ഒരു 4 വിസിൽ വരുത്തി എടുത്തതാണ്. മമ്പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങയൊക്കെ ചേർക്കാം. മമ്പയറിലേക്ക് ചേർക്കാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർക്കാം. ഇതിൽ മിക്സ് ചെയ്യാൻ പ്രയാസമാണ്, അതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. മമ്പയർ വേവിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. നമുക്കിതിലേക്ക് ജീരകവും ചുക്കുപൊടിയും ചേർത്ത് ശർക്കരപ്പാനി ഒഴിക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനിയും തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഒന്നും കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി മൂടി ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. ചുക്കുപൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.